1994 ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് ഹ്യൂമൻ ഓർഗൻസ് ആൻഡ് ടിഷ്യൂസ് ആക്ട് പ്രകാരം അതിലെ ചട്ടങ്ങൾ രൂപീകരിക്കുന്നത് 2014 ആ ചട്ടങ്ങൾക്കനുസൃതമായിട്ട് ഓരോ സംസ്ഥാനത്തും ഒരു ഓർഗനൈസേഷൻ, ദേശീയ തലത്തിലുള്ള ഓർഗനൈസേഷന് സമാന്തരമായിട്ട് ഉണ്ടാകണം എന്നുള്ള ചട്ടത്തിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാനത്ത് കേസോട്ടോ രൂപീകരിക്കുന്നത്. ഈ സർക്കാരിന്റെ കാലഘട്ടത്തിലാണ് സർ കേസോട്ടോ രൂപീകരിക്കുന്നത്. 95 ചാരിറ്റബിൾ സൊസൈറ്റീസ് ആക്ട് പ്രകാരമാണ് ഇത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതിനു മുൻപുണ്ടായിരുന്ന കേനോസ് ആണ്, കേരള നെറ്റ്വർക്ക് ഓഫ് ഓർഗൻ ഷെയറിംഗ് ആണ്. അത് മരണാനന്തര അവയവദാനവുമായി ബന്ധപ്പെട്ട് മാത്രമുള്ള ആശുപത്രികളെ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതായിരുന്നു. ഇപ്പോൾ നിലവിൽ കേസോട്ടോ നിലവിൽ സംസ്ഥാനത്തെ അവയവമാറ്റ പ്രക്രിയയിൽ പ്രത്യേകമായി മരണാനന്തര അവയവദാനം, അതോടൊപ്പം തന്നെ ലൈവ് ഡോണേഴ്സിൽ നിന്ന് അവയവങ്ങൾ ദാനം ചെയ്യുമ്പോഴുള്ള ഈ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നതിനുള്ള ഒരു സംവിധാനമാണ്. കേസോട്ടോ നിലവിൽ വന്നതിന് ശേഷം ട്രാൻസ്പ്ലാന്റുകൾക്ക് സമയബന്ധിതമായി ആ സെന്ററുകൾക്ക് ഇൻസ്പെക്ഷൻ നടത്തി ലൈസൻസ് കൊടുക്കുന്നതിന് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സംസ്ഥാനത്ത് നിലവിൽ 49 ട്രാൻസ്പ്ലാന്റ് സെന്ററുകളാണ് ഉള്ളത്. 2023 ജൂൺ മാസത്തിൽ ഇതിനു വേണ്ടിയിട്ട് ഒരു പ്രത്യേക വെബ്സൈറ്റ് രൂപീകരിച്ചിട്ടുണ്ട്. സാർ, ദേശീയ തലത്തിൽ ഇപ്പോഴും ഇതിനൊരു രജിസ്ട്രി ഇല്ല, എന്നാൽ സംസ്ഥാനത്ത് നമുക്കതിനൊരു രജിസ്ട്രി ഉണ്ട്. ഈ നെറ്റ്വർക്ക്, ഈ വെബ്സൈറ്റിൽ അത് പബ്ലിക് ഫ്രണ്ട്ലി ആയിട്ടും പൊതുജനങ്ങൾക്ക് കാണത്തക്ക നിലയിലുള്ള വിവരങ്ങൾ അവിടെയുണ്ട്. എന്താണ് ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ, എന്താണ് ഡൊണേഷൻ, അതിന്റെ നിയമങ്ങൾ ഉൾപ്പെടെ കാണിക്കുന്നുണ്ട്. അതൊരു പബ്ലിക് ഇന്റർഫേസ് ആണ്. അതുകൂടാതെ ആശുപത്രികളിലേക്ക് രോഗികൾക്ക് ആശുപത്രിയുടെ ലോഗിനിലേക്ക് അതിൽ ലോഗിൻ ചെയ്തുകൊണ്ട് അവരുടെ വിവരങ്ങൾ എൻട്രി ചെയ്യാനായിട്ട് കഴിയും. സർ, എല്ലാ ആശുപത്രികളും ലൈസൻസ് എടുക്കുന്നു, ഇതിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഈ 49 ആശുപത്രികളും നിലവിൽ ഈ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. സർ, ഇതുകൂടാതെ വളരെ പ്രധാനപ്പെട്ട കാര്യം, ഈ മേഖലയിൽ കൃത്യമായിട്ടുള്ള ട്രെയിനിങ് നടത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അത് തുടർന്നും പോരുന്നുണ്ട്. അതിൽ ജില്ലാതല ഓതറൈസേഷൻ കമ്മിറ്റിയാണ് ബന്ധുവേതര അവയവദാനത്തിന് അംഗീകാരം നൽകേണ്ടത്. അപ്പോൾ ജില്ലാതല ഓതറൈസേഷൻ കമ്മിറ്റിക്ക് ട്രെയിനിങ് സംഘടിപ്പിക്കുക, മസ്തിഷ്ക മരണ സ്ഥിരീകരണത്തിനായി ഡോക്ടർമാരെ പരിശീലിപ്പിക്കുക, ട്രാൻസ്പ്ലാന്റ് ഡോക്ടർമാർക്ക് ട്രെയിനിങ് സംഘടിപ്പിക്കുക തുടങ്ങിയവയും കേസോട്ടോ നിർവഹിക്കുന്ന ഉത്തരവാദിത്തങ്ങളാണ്. സർ, അതുകൂടാതെ കേസോട്ടോ സമയബന്ധിതമായി ഓഡിറ്റിംഗ് കൂടി സംഘടിപ്പിക്കാറുണ്ട്. മരണാനന്തര അവയവദാന ക്യാമ്പുകൾ വിവിധ സ്ഥലങ്ങളിൽ സംഘടിപ്പിച്ചു. ഈ വെബ്സൈറ്റിൽ തന്നെ നമുക്ക് നമ്മുടെ അവയവദാന സമ്മതപത്രം അപ്ലോഡ് ചെയ്യാനായിട്ട് കഴിയും. കേരളത്തിൽ മരണാനന്തര അവയവദാനം ഏകോപിപ്പിക്കുന്നതിനും അതോടൊപ്പം പ്രോത്സാഹിപ്പിക്കുന്നതിനും അതോടൊപ്പം തന്നെ നിയമം അനുശാസിക്കുന്ന നിലയിൽ മരണാനന്തര അവയവദാനത്തിനൊപ്പം മറ്റ് ലിവിംഗ് ഡോണറിൽ നിന്നുള്ള അവയവദാനം അതിന്റെ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നതിനുമാണ് ഇപ്പോൾ കേസോട്ടോ ശ്രമിക്കുന്നത്.